കോതമംഗലത്ത് പന വീണ് അപകടത്തിൽ മരിച്ച ആൻമേരിയുടെ മൃതദേഹം വീട്ടിലെത്തിച്ചു. കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയ ശേഷമാണ് മൃതദേഹം തൃശൂരിലെ വീട്ടിൽ എത്തിച്ചത്. വിവരങ്ങളുമായി തൃശൂരിൽ നിന്ന് ലെവിൻ കെ വിജയൻ ചേരുന്നു. ലെവിൻ, മനുഷ്യ വന്യജീവി സംഘർഷത്തിൻ്റെ മറ്റൊരു ഇരയാണ് ശരിക്കും പറഞ്ഞാൽ ആൻമേരി. ഇപ്പോൾ വീട്ടിൽ നിന്ന് നൽകാൻ കഴിയുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? ലക്ഷ്മി, അല്പസമയങ്ങൾക്ക് മുൻപാണ് 1:10 കളമശ്ശേരി മെഡിക്കൽ കോളേജിലെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തീകരിച്ചുകൊണ്ട് ആൻമേരിയുടെ മൃതദേഹം ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന തൃശ്ശൂർ പുതുക്കാടുള്ള പാഴായിലെ ചക്കാലമുറ്റം വീട്ടിലേക്ക് എത്തിച്ചത്. അല്പസമയങ്ങൾക്ക് മുൻപ് ബന്ധുക്കൾ ചേർന്ന് മൃതദേഹം ഇവിടെ വെച്ച് ഏറ്റുവാങ്ങുകയുമായിരുന്നു. കോതമംഗലത്ത് നീണ്ടപാറ ചെമ്പൻകുഴിയിൽ ഇന്നലെ വൈകിട്ട് നടന്ന ദാരുണമായ അപകടത്തിലാണ് ആൻമേരി മരണപ്പെട്ടത്. ആൻമേരിയുടെ മൃതദേഹം എത്തിച്ചതിന് ശേഷം വീട്ടിലേക്ക് ബന്ധുമിത്രാദികളും മറ്റും എത്തിക്കൊണ്ടിരിക്കുകയാണ്. ദുഃഖാർത്തരായ മാതാപിതാക്കളടക്കം ഇപ്പോൾ വീട്ടിലുണ്ട്. അന്തിമോപചാരം അർപ്പിക്കാൻ നാട്ടുകാരടക്കമുള്ള ആളുകൾ ഇവിടേക്ക് എത്തുന്നു. പാഴാഴിയിലെ ചക്കാലമുറ്റം വീട്ടിൽ ഇവർ 18 വർഷത്തോളമായി ഇവിടെ താമസിക്കുന്നവരാണെങ്കിലും മാതാപിതാക്കൾ, ആൻമേരിയുടെ മാതാപിതാക്കൾ പാലക്കാട് കഞ്ചിക്കോടാണ് സ്ഥിരമായി താമസിച്ചു വന്നിരുന്നത്. ജോലി ചെയ്യുന്നതും അവിടെയാണ്. പക്ഷേ ഇവിടെ മൃതദേഹം എത്തിച്ച് സ്വന്തം വീട്ടിലെത്തിച്ചത് അല്പസമയങ്ങൾക്ക് മുൻപാണ്. വൈകിട്ട് 5 മണിയോടുകൂടിയാണ് പാഴാഴി സെൻറ്റ് സെബാസ്റ്റ്യൻ ചർച്ചിൽ സംസ്കാര ശുശ്രൂഷകൾ ആരംഭിക്കുക. ഇപ്പോൾ നാട്ടുകാരും ബന്ധുക്കളുമായ ആളുകളൊക്കെ ചേർന്ന് മൃതദേഹത്തിൽ അന്തിമോപചാരം അർപ്പിക്കുന്നതിനായി എത്തിയിരിക്കുകയാണ്. കോതമംഗലം MA കോളേജിലെ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയായ ആൻമേരി ഇന്നലെ വൈകിട്ട് സുഹൃത്തുമൊത്ത് യാത്ര ചെയ്യുന്നതിനിടയിലാണ് പന വീണ്, അല്ലെങ്കിൽ കാട്ടാന വന്ന് പന തട്ടിയിട്ട് അത്തരത്തിൽ പന മറിഞ്ഞ് ഈ ബൈക്ക് യാത്രികരായ ഇരുവരുടെയും ദേഹത്ത് വീഴുന്നതും അപകടം പറ്റുന്നതും. തൽക്ഷണം അപകട സ്ഥലത്ത് വെച്ച് തന്നെ ആൻമേരി ആശുപത്രിയിൽ പോകുന്ന വഴി തന്നെ മരണപ്പെട്ടു. തുടർന്ന് നടപടികളെല്ലാം പൂർത്തീകരിച്ച് അല്പസമയങ്ങൾക്ക് മുൻപാണ് മൃതദേഹം എത്തിച്ചത്. ബന്ധുമിത്രാദികളടക്കം ഇവിടെയുണ്ട്. വളരെ ദുഃഖാർത്തരാണ്. അത്തരത്തിൽ അവരുടെ ആ സമയത്ത് ഒരു പ്രതികരണമോ മറ്റോ ഒന്നും നമുക്ക് തേടാൻ നിർവാഹമില്ല. മാത്രമല്ല, കൂടുതൽ ആളുകൾ ഇവിടേക്ക് എത്തുന്നതുള്ളൂ. കഞ്ചിക്കോട്ട് സ്ഥിരതാമസക്കാരാണ് ജോലിയാർത്ഥം മാതാപിതാക്കൾ. അതുകൊണ്ട് തന്നെ ഈ വീട്ടിൽ ഇടയ്ക്ക് വന്നു പോകുന്നത് വെച്ചാൽ മറ്റ് സ്ഥിരമായി ഇവിടെ താമസിക്കുന്ന ആളുകളല്ല. അതുകൊണ്ട് തന്നെ കൂടുതൽ നാട്ടുകാരുമായിട്ടൊന്നും ഈ കുട്ടികൾക്കടക്കം വലിയ പരിചയമില്ല. ഏതായാലും അല്പസമയങ്ങൾക്കകം സംസ്കാര ശുശ്രൂഷകൾ ആരംഭിക്കും. വൈകിട്ട് 5 മണിയോടുകൂടി ഈ പാഴാഴിയിലെ സെൻറ്റ് സെബാസ്റ്റ്യൻ ചർച്ചിൽ സംസ്കാര ശുശ്രൂഷകൾ നടക്കും. ലക്ഷ്മി, തൃശ്ശൂരിൽ നിന്ന് ലെവിൻ കെ വിജയനാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്.